നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ വീണ വിജയനെ കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തിരുന്നു. രാത്രി ഏറെ വൈകിയാണ് ചോദ്യം ചെയ്യൽ അവസാനിച്ചത്. 10 മണിക്കൂറോളമാണ് വീണയെ ചോദ്യം ചെയ്തിരിക്കുന്നത്. നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വീണ കൊച്ചിയിലെ ED ഓഫീസിൽ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങൾ പല ചോദ്യങ്ങളും ഉന്നയിച്ചെങ്കിലും അതിനോടൊന്നും തന്നെ പ്രതികരിച്ചില്ല. അകത്തേക്ക് കടക്കുമ്പോൾ കറുത്ത മാസ്ക് ധരിച്ചായിരുന്നു വീണ കടന്നിരുന്നത്. അതേപോലെ തന്നെയാണ് കറുത്ത മാസ്ക് ധരിച്ചുകൊണ്ട് തന്നെയാണ് പുറത്തേക്കും വന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 10:30 ഭർത്താവും MLAയുമായ P. മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ ED ഓഫീസിൽ ഹാജരായത്. 11 മണിയോടെയായിരുന്നു ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. വീണയെ ഇറക്കിയ ശേഷം അദ്ദേഹം പോയി. ചോദ്യം ചെയ്യൽ രാത്രി ഏകദേശം 8 മണി വരെയാണ് തുടർന്നത്. കേസിന്റെ സെൻസിറ്റീവ് സ്വഭാവം കണക്കിലെടുത്ത് ED ഓഫീസിന് ചുറ്റും കനത്ത പോലീസ് വിന്യാസമുണ്ടായിരുന്നു. കൂടാതെ മെയ് 27 പരിശോധനകൾക്ക് ശേഷം പിണറായിയുടെ വസതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഒരു ജനക്കൂട്ടം ആക്രമണം നടത്തിയതിന്റെ പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നതിനാലാണ് കൂടുതൽ കേന്ദ്ര സേനയെയും ED ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും അവിടെ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു നേതാക്കളും, ഒരു മുതിർന്ന നേതാക്കളോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രാദേശിക നേതാക്കളോ ഒന്നും തന്നെ ED ഓഫീസിന്റെ അടുത്ത് പോയിട്ട് അവിടെ ഒന്നും തന്നെ വന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ നടക്കുമോ എന്നുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു പ്രതിഷേധവും അവിടെ അരങ്ങേറിയിട്ടില്ല. അപ്പോൾ CPM കൂടിയാലോചിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കണം. ഒരുപക്ഷെ തൽക്കാലത്തേക്ക് ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണവും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടത്തണ്ട എന്നുള്ളത്. കാരണം 26 പേരാണ് അന്ന് ഒരു റെയ്ഡ് നടത്തിയതിന്റെ പേരിൽ ഇപ്പോഴും അവിടെ ജയിലിനുള്ളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിൽ പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും നടത്തിക്കഴിഞ്ഞാൽ ഈ ജയിലിൽ കിടക്കുന്നവരുടെ എണ്ണം കൂടും എന്നല്ലാതെ മറ്റൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ഏതായാലും 10 മണിക്കൂറോളമാണ് വീണയെ ED ചോദ്യം ചെയ്തിരിക്കുന്നത്. CMRൽ നിന്നും എക്സാലോജിക് സ്വീകരിച്ചതായി പറയപ്പെടുന്ന 2,78,00,000 രൂപയുടെ വിനിയോഗം, പണം നൽകാനുള്ള സാഹചര്യം, ജയാകർത്ത ഡയറക്ടറായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് ലഭിച്ച 50 ലക്ഷം രൂപയുടെ വായ്പ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വീണയോട് ചോദിച്ചതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ജൂൺ 12 ഹാജരാകാൻ ED നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ എത്തിയിരുന്നില്ല. ഇന്നലെയും എത്തുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ എത്തി. ഒരുപക്ഷെ ഇന്നലെ വീണ അവിടെ ഹാജരായില്ല എന്നുണ്ടായിരുന്നെങ്കിൽ അടുത്ത നിമിഷം തന്നെ ED കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ വീണ വിജയന് നിയമോപദേശം ലഭിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ED ഓഫീസിൽ വീണ എത്തിയത്. രേഖകൾ അഭിഭാഷകൻ വഴി ഹാജരാക്കണമെന്ന വീണയുടെ നിർദ്ദേശം തള്ളിയ ED നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് പുതിയ സമൻസ് പിന്നീട് നൽകുകയായിരുന്നു. കരിമണൽ കമ്പനിയായ CMRൽ നിന്ന് എന്തിനാണ് പണം ലഭിച്ചതെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാക്കാനാണ് വീണയോട് ED ആവശ്യപ്പെട്ടിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് CMRൽ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, ഡയറക്ടർ ജയ എസ് കർത്ത എന്നിവരെയും കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ 15 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഇവർ EDക്ക് മുമ്പാകെ ഹാജരാക്കിയതായാണ് വിവരം. കഴിഞ്ഞ ദിവസത്തെ 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വീണ മടങ്ങിയെങ്കിലും വരും ദിവസങ്ങളിലും കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് സൂചന. വീണയുടെ ആസ്തികളുടെ വിശദാംശങ്ങളും ED സംഘം ശേഖരിച്ചുവെന്നും പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഫണ്ട് ഉപയോഗിച്ച് എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണെന്നും അറിയിച്ചു. അത്തരം സ്വത്തുക്കൾ കണ്ടെത്തിയാൽ ഏജൻസിക്ക് ജപ്തി നടപടികൾ ആരംഭിച്ചേക്കാം. കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ പ്രധാന ഘടകമായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ശേഖരിച്ച രേഖകൾ ആക്സസ് ചെയ്യുന്നതിന് കൊച്ചിയിലെ ഒരു പ്രത്യേക കോടതിയിൽ നിന്നും ED അടുത്തിടെ അനുമതി നേടിയിരുന്നു. എന്നിരുന്നാലും SFIO റിപ്പോർട്ടിനൊപ്പം ചേർത്ത 134 രേഖകൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത്. എക്സാലോജിക് ഒരിക്കലും നൽകാത്ത സേവനങ്ങൾക്ക് CMRൽ നിന്ന് ഗണ്യമായ തുക കൈപ്പറ്റിയതായി SFIO റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ED അന്വേഷണം പ്രധാനമായി നടക്കുന്നത്. മെയ് 27 ഒന്നിലധികം സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനകളെ തുടർന്ന് കേസുമായി ബന്ധപ്പെട്ട് 18,36,00,000 രൂപ അടങ്ങിയ 242 ബാങ്ക് അക്കൗണ്ടുകളാണ് ED മരവിപ്പിച്ചത്. അക്കൗണ്ടുകളിൽ ഒന്ന് വീണയുടേതാണെന്ന് പിണറായി വിജയൻ സമ്മതിച്ചു. വ്യവസായി ശശീന്ദ്രൻ കർത്തയുടെ മകനും
ചെയർമാനും CMRL MDയുമായ ശരണസ് കർത്തയെയും ശശീന്ദ്രൻ കർത്തയുടെ ഭാര്യയും മകളുമായ ജയ കർത്തയെയും ഷിബി കർത്തയെയും ED ചോദ്യം ചെയ്തിട്ടുണ്ട്. 2.25 കോടി രൂപ എന്ന ചീള് കേസിന് വേണ്ടി ED ഇങ്ങനെ ഒരാളുടെ പുറകെ വട്ടമിട്ട് നടക്കില്ല. തുക അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് പുറത്തേക്ക് കടത്തിയിട്ടും ഉണ്ടാകും. വീണ വിജയൻ ശശീന്ദ്രൻ കർത്തയുടെ സ്വന്തക്കാരി ആയതുകൊണ്ട് കൊടുത്തതല്ല ഇത്രയും വലിയൊരു തുക. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് കൊടുത്തതാണ്. പരിസ്ഥിതി വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനും ശശീന്ദ്രൻ കർത്തയും കൂടി കേരളത്തിന്റെ പൊതുസ്വത്തായ കരിമണൽ തൂക്കിവിറ്റു. അതിന്റെ ഷെയറാണ് മകളുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. അത് ഇടിക്കും അറിയാം, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. കരിമണൽ കേസായാലും മാസപ്പടി കേസായാലും സ്വർണ്ണക്കടത്ത് കേസായാലും ലൈഫ് മിഷൻ കേസായാലും പിണറായി വിജയൻ അന്വേഷണങ്ങൾ വരുന്നത് തന്നെയാണ് കേരളത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും നല്ലത്. അന്വേഷണം മൂർധന്യത്തിലെത്തിയാൽ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കും. അദ്ദേഹം രാജിവെച്ചാൽ പിറ്റേ ദിവസം തന്നെ MP ഗോവിന്ദൻ സ്വയം ഇറങ്ങി കണ്ടം വഴി ഓടും. പുതിയ നേതൃത്വം വരും. പാർട്ടി തളിരിടും, പൂവിടും. സമ്മർദ്ദങ്ങളോ പ്രതിഷേധങ്ങളോ ഇല്ലാതെ പാർട്ടിയുടെ അണികളുടെ സ്വപ്നങ്ങൾ സഫലമാകും. വിലക്കയറ്റങ്ങളും ദുരന്തങ്ങളും മൂലം ദുരിതത്തിലായ ജനം നിസ്സഹാരായ ഒരു ഭാഗത്ത്, അഴിമതിയും ധൂർത്തും കൊള്ളയും ഗുണ്ടായുസവും നടത്തി ആനന്ദ നൃത്തമാടിയവർ മറുഭാഗത്ത്. കേരളത്തിന്റെ ഭാവി തന്നെ തുലാസിലാക്കിയ പോയ നാളുകൾ ഓർക്കാൻ കൂടി മനസ്സ് വരുന്നില്ല. എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ടെന്ന് ഇക്കൂട്ടർക്ക് വിശ്വാസമില്ലെങ്കിലും ഇതിന്റെ എല്ലാം ഇരയായി നിലയില്ലാ കയത്തിൽ പെട്ടുപോയ ജനങ്ങൾക്കത് വിശ്വാസമായിരുന്നു. എന്നും അധികാരത്തിന്റെ അപ്രമാദിത്വത്തിൽ രമിക്കാമെന്നോർത്തോ. നിയമത്തിനും നീതിക്കും വഴങ്ങാതെ അധികാരത്തിന്റെ ഗർവിൽ താൻ പോരിമയിൽ കെട്ടിപ്പൊക്കുന്നതെല്ലാം ഒരു നാൾ നിലം പൊത്തുമെന്ന തിരിച്ചറിവാണ് വീണ വിജയന്റെ ജീവിതം ഇന്ന് കേരളത്തിൽ നൽകുന്ന പാഠം. ഏതായാലും വീണയും ഭർത്താവും റിയാസും കൂടി ED ഓഫീസിൽ നൈസായി വന്നിറങ്ങുന്ന കാണുന്ന ജയിലിൽ കിടന്ന സഖാക്കളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട്, ഉത്തരവും ഉണ്ട്. എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറായിരുന്നു നമ്മളെന്ന്. ഏതായാലും ഇനി ED ഇപ്പോൾ വീണയെ 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്തതിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്കായിരിക്കും ED കടക്കുക. ഇനി കൂടുതൽ ആളുകളിലേക്കാണോ EDയുടെ സമൻസ് എത്താൻ പോകുന്നത്, അതോ വീണയെ തന്നെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം തന്നെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.